ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സ്നേഹമാണ് എന്നെല്ലാവരും പറയും. പക്ഷേ സ്നേഹത്തോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, വിശ്വാസം. ശരിക്കും ഈ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ചില്ലു പാത്രം പോലെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലുടഞ്ഞാൽ അത് ഒട്ടിച്ചു വെക്കാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. അത് ദാമ്പത്യമായാലും പ്രണയമായാലും സൗഹൃദമായാലും എല്ലാം ഒരുപോലെ ആയിരിക്കും. എന്നാൽ ആ ഉടഞ്ഞ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് വീണ്ടും മനോഹരമായ ഒന്നാക്കി മാറ്റാൻ കഴിയുമോ? ശരിക്കും എനിക്ക് തോന്നുന്നത് അതിന് സാധിക്കുമെന്നാണ്. പലരും പറയുന്നത് വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ട പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാനോ ആ ഒരു റിലേഷൻഷിപ്പ് അത് എന്ത് തരത്തിലുള്ളതാണെങ്കിലും തിരിച്ച് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ലെന്നാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പിനെ അതിലും മനോഹരമായിട്ടുള്ള ഒന്നാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതുപോലെ ഉടഞ്ഞു പോയാൽ അതിനെ വെച്ചിട്ട് അതിലും മനോഹരമായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ. അവരെത്രത്തോളം വലിയ വേസ്റ്റിൽ നിന്നായിരിക്കും അത്രത്തോളം മനോഹരമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അതൊരു റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായൊരു കാര്യമുണ്ട്. എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. വളരെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. അത്രയേറെ സുഹൃത്ത്, ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എനിക്ക് ഞാൻ പോലെ അത്രയേറെ എന്നെ അറിയാവുന്ന ഒരാൾ. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. ശരിക്കും എനിക്ക് കൊച്ചുനാൾ മുതൽ അറിയാവുന്ന ഒരാൾ. പക്ഷെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ ആ വ്യക്തിയോട് അവരെ വിശ്വസിച്ച് അവരോട് ഞാൻ സംസാരിച്ചു അതിനെക്കുറിച്ച്. അതൊരിക്കലും മറ്റാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ വ്യക്തിക്കറിയാം. പക്ഷേ അത് മറ്റൊരാൾ അറിഞ്ഞു എന്നത് അതെന്നെ സംബന്ധിച്ച അന്നത്തെ സമയത്ത് അതൊരു വലിയ ചതിയായിരുന്നു. ആ നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചത് ഇനി ഈ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ്. കാരണം വിശ്വാസം പോയാൽ അവിടെ പിന്നെ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് ഇറങ്ങി നടക്കണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് അന്ന്. മാസങ്ങളോളം ഞാൻ ആ വ്യക്തിയോട് മിണ്ടിയിട്ടേയില്ല. എൻ്റെ ഫോണിൽ അവരുടെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിലായിരുന്നു. പക്ഷേ ആ മാസങ്ങൾക്ക് ശേഷവും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു തെറ്റിൻ്റെ പേരിൽ വർഷങ്ങളായിട്ടുള്ള എല്ലാ ഒരു നല്ല ഓർമ്മകളും ആ വ്യക്തിയുടെ കൂടെയുള്ള എല്ലാ നല്ല ഓർമ്മകളും എനിക്ക് മായ്ച്ചു കളയാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു തെറ്റിൻ്റെ പേരിൽ അവരെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് എൻ്റെ ആ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് അവരെ മായ്ച്ചു കളയാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും ഞാൻ അവരോട് സംസാരിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു. പക്ഷെ കുറച്ച് ഒരു കാലത്തിന് ശേഷം ആ വ്യക്തി തന്നെ എന്നെ നേരിട്ട് കാണാനായിട്ട് വന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്നോട് പറയുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു, അതിന് ക്ഷമ ചോദിക്കുകയാണ് അവിടെ ഉണ്ടായത്. അവിടെയാണ് ഞാൻ ആലോചിക്കാനുള്ള ഈ ഒരു എന്താ പറയുക, വിശ്വാസം നഷ്ടപ്പെട്ടാലും നമുക്ക് വീണ്ടും അത് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തുകൂടാ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തന്നെ ആലോചിക്കുന്നത്. ശരിക്കും നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും തെറ്റുകൾ പറ്റില്ലേ? എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ്, അത് ക്ഷമിക്കുന്നത് ദൈവത്തിന് തുല്യമാണെന്നുള്ള രീതിയിൽ. ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഒരു സെക്കൻഡ് ചാൻസ് അത് ഞാൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് പറയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്, എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, എൻ്റെ കൂടെ എന്തിനു നിൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിർത്താനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങളിൽ പലരിലും ഉണ്ടാകുന്ന ചോദ്യം ഒന്ന് തന്നെയായിരിക്കും. അതായത് എങ്ങനെ നിങ്ങൾ ഒരിക്കൽ വഞ്ചിച്ചവരെ എന്തിനു വീണ്ടും വിശ്വസിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നായിരിക്കും. മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൾ, അത് എല്ലാ തെറ്റുകളും അവർ ബോധപൂർവം ചെയ്യുന്നതായിരിക്കണമെന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ടോ പക്വതയില്ലായ്മ കൊണ്ടോ എല്ലാം സംഭവിക്കുന്ന തെറ്റുകൾക്ക് തിരുത്താൻ ഒരു അവസരം നൽകുന്നത് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിന് അതിന് നല്ല നമ്മൾ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതായി മാറും. അത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആവുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ മാപ്പ് നൽകുന്നത് നിങ്ങൾക്കും നല്ലതാണ്. മറ്റൊരാൾക്ക് സെക്കൻഡ് ചാൻസ് നൽകുന്നത് വഴി നിങ്ങളുടെ മനസ്സിലെ ദേഷ്യവും ഭാരവുമാണ് കുറയുന്നത്. ഒരുപക്ഷെ ഞാൻ അന്ന് ആ സുഹൃത്തിനെ അങ്ങനെ വിട്ടിട്ട് അന്ന് ഞാൻ വിഷമിച്ചതുപോലെ ജീവിതകാലം മുഴുവനും ഞാൻ ആ ഒരു വ്യക്തിയെ ഓർത്ത് ദുഃഖിക്കേണ്ടി വന്നേനെ. എനിക്ക് അയാളോട് സംസാരിക്കണമെന്നുണ്ട്, എന്നിട്ടും ഞാൻ വേണ്ട, അവരെന്നെ ചതിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റിൽ. പക്ഷെ അവർ അത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതെനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ലൈഫ് ലോങ് മിസ് ചെയ്യുമെന്നുള്ളത് എനിക്ക് 100% ഉറപ്പുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതിൽ എത്രയോ നല്ലതാണ് ആ ഒരാൾക്ക് മാപ്പ് നൽകി ഒരിക്കൽ കൂടി ഒരു ചാൻസ് കൊടുക്കുന്നത്.
വിശ്വാസം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡിൽ നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതിന് കുറച്ച് സമയമെടുക്കും. ഞാനും എൻ്റെ സുഹൃത്തും ഇന്ന് പഴയതിനേക്കാളും, അതായത് ആ ഒരു പിണക്കത്തിന് മുൻപ് ഉണ്ടായിരുന്ന സൗഹൃദത്തിനേക്കാളും എല്ലാം ഏറെ ആഴത്തിലുള്ള ഒരു സൗഹൃദം ഇന്ന് ഞങ്ങൾ തമ്മിലുണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്. കാരണം സൗഹൃദം ഇപ്പോൾ വിശ്വാസത്തിൽ മാത്രമല്ല, ക്ഷമയിലും എല്ലാം നമുക്ക് പടുത്തുയർത്താം എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു വ്യക്തത എനിക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ സൗഹൃദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വിശ്വാസത്തിൽ മാത്രം നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമല്ല. ശരിക്കും അതിൽ സ്നേഹവും ക്ഷമയും എല്ലാം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാകാം. അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് അത് നൽകാനായിട്ട് നിങ്ങൾ മടിക്കരുത്. ചിലപ്പോൾ ആ ഒരു ചാൻസ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.